ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചത്തെ നമ്മുടെ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ സുദൃഢരായ അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പ്രജാ സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ ചിറകിൻ മറവിൽ കർത്താവെ അടിയങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പ്രജാ സ്തോത്രം. അടിയങ്ങൾ ഏതുമല്ല പ്രജാ സ്തോത്രം. ഹല്ലേലൂയ. പാപികളും ദോഷികളുമാണ് കർത്താവെ സ്തോത്രം. എങ്കിലും അവിടുന്ന് അടിയങ്ങളെ ഹിമം പോലെ വെളുപ്പിച്ച് കർത്താവെ സ്തോത്രം അവിടുത്തെ കരങ്ങളിൽ വഹിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. അടിയങ്ങൾ പാഠം പഠിക്കുവാൻ പോകുന്ന പച്ച, അവിടുത്തെ തിരുസാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഇതൊന്നും അടിയന്റെ കഴിവല്ല പച്ച. സ്തോത്രമൊക്കെയും അവിടുന്ന് നിന്ന് ദാനമെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവെ സ്തോത്രം അവിടുത്തെ സന്ധിയിൽ കർത്താവെ സ്തോത്രം പാപബോധത്തോടു കൂടി നിൽപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. അവിടുത്തെ തിരുസാന്നിധ്യം അടിയനോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയുടെ നാവിനെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. സ്തോത്രം പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമെന്ന് യാചിക്കുന്നു. ഹല്ലേലൂയ. പാഠം കേൾക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പച്ച. അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവും ഞങ്ങൾക്ക് ആ ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമുക്ക് പഠിക്കാനുള്ളത് 8ാമത്തെ പാഠം, നിറവേറപ്പെടുന്ന പഴയ നിയമ പ്രവചനങ്ങൾ എന്നതാണ്. അതിന്റെ മനപ്പാഠവാക്യം ഇപ്രകാരം പറയുന്നു: എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. ഒന്നുകൂടി വായിക്കാം മനപ്പാഠവാക്യം. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. യോഹന്നാൻ 5:36. കഴിഞ്ഞ 8 പാഠങ്ങളിലായി നാം യേശുക്രിസ്തു ചെയ്ത അത്ഭുത അടയാളങ്ങളും പ്രവൃത്തികളും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പല വ്യക്തികളുടെ സാക്ഷ്യങ്ങളും ഒക്കെ നാം പഠിച്ചു. ഇവയെല്ലാം യേശുക്രിസ്തു മശിഹ ആണെന്ന് വെളിപ്പെടുത്തുന്നു. അതായത് യേശുവിന്റെ ജനനം മുതലുള്ള കാര്യങ്ങളെ നാം ചിന്തിച്ചു നോക്കിയാൽ അവയെല്ലാം വാസ്തവത്തിൽ പ്രവചന നിറവേറൽ തന്നെ ആയിരുന്നു എന്ന് വ്യക്തമാണ്. യേശുക്രിസ്തു മശിഹ ആയി നമ്മുടെ ഇടയിൽ ഒരുവനാകും എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ നിറവേറപ്പെട്ടു എങ്കിലും ഈ വസ്തുതകളെ അംഗീകരിക്കുവാൻ ക്രിസ്തു മുഖാന്തരം ഉളവാക്കപ്പെട്ട ഈ ലോകത്തിന് സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ലോകം അവനെ അറിഞ്ഞില്ല. അറിഞ്ഞവർ നമ്മളെ പോലെ ചുരുക്കവുമാണ്. യേശുവിന്റെ കാലത്ത് യേശു ചെയ്ത പ്രവർത്തികളിലൂടെയും യേശുവിന്റെ വാക്കുകളിലൂടെയും ഒക്കെ ലോകം അവനെ അറിയേണ്ടതായിരുന്നു. യേശുവിന്റെ ജീവിതകാലത്തിന് മുൻപ് എഴുതപ്പെട്ടതായ പഴയ നിയമ തിരുവെഴുത്തുകൾ യേശുവിനെ ചൂണ്ടിക്കാട്ടിയിരുന്നു. യേശുവിനെ വിശ്വസിക്കാൻ ഇക്കാരണങ്ങള് അധികം തെളിവുകളായിട്ടൊക്കെ ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ സകലതും യേശുക്രിസ്തു മുഖാന്തരം ഉളവായി എന്ന് ലോകം അറിഞ്ഞിട്ടും അവിടുത്തെ ദിവ്യത്വം അറിഞ്ഞില്ല എന്നത് ഒരേ സമയം വിസ്മയിപ്പിക്കുന്നതും വേദനാജനകമായതുമായ പ്രസ്താവനയാണ്. യോഹന്നാന്റെ സുവിശേഷങ്ങളും പലരുടെയും സാക്ഷ്യങ്ങളും രോഗികളുടെ രോഗസൗഖ്യങ്ങളും ചില ജീവിതങ്ങളുടെ ഉയർപ്പിക്കലും അത്ഭുത പ്രവൃത്തികളും ഒക്കെയും യേശുക്രിസ്തു മശിഹ ആണെന്ന് ഉറപ്പിച്ചു വ്യക്തമാക്കിയിട്ടും ലോകം അവനെ കൈക്കൊണ്ടതില്ല, അറിഞ്ഞതുമില്ല. ഇന്നത്തെ കാലത്ത് ബൈബിൾ ഇല്ലാത്ത വീട് ചുരുക്കമാണ്. ക്രിസ്ത്യാനികളുടെയും അക്രൈസ്തവരുടെയും ഭവനങ്ങളിൽ ബൈബിൾ ഉണ്ട്. ബൈബിൾ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന അക്രൈസ്തവരും നമുക്കിടയിൽ കാണാൻ സാധിക്കും. എന്നാൽ അവരാരും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് കാണുന്നില്ല. അവരുടെ ധൈര്യത്തിന് അല്ലെങ്കിൽ അവരുടെ ചില വ്യക്തിപരമായ കാര്യസാധ്യങ്ങൾക്ക് മാത്രം രഹസ്യമായി ബൈബിളിനെ അഥവാ യേശുവിനെ ആശ്രയിക്കുന്ന ഒരവസ്ഥ മാത്രമാണ് നമുക്ക് ഇവിടെ വ്യക്തമാക്കുന്നത്. അവർക്ക് തന്നെ യേശുവിനെ രക്ഷിതാവെന്ന് തെളിയിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം രഹസ്യമായി മാത്രം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് എനിക്ക് യേശുവിനെ പരസ്യമായി സാക്ഷീകരിക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണ് അവരെല്ലാം. യേശുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടും തിരസ്കരിക്കുന്ന ഒരു കൂട്ടം ജനം. യേശുവിനെ മശിഹ ആയി യോഹന്നാൻ വെളിപ്പെടുത്തിയ അധികം വിധങ്ങളെ നാം ഈ ആഴ്ചയിൽ പഠിക്കുന്നുണ്ട്. യേശു മശിഹയാണെന്നതിന് ശക്തമായ കാരണങ്ങൾ ഉണ്ടായിട്ടും ഉറപ്പായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ ജനം നിരന്തരം യേശുവിനെ നിരസിച്ചു എന്നും നാം ഈ പാഠത്തിലൂടെ പഠിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ലോകത്തിന് പറ്റിയതായ പിഴവുകൾ എന്ത് പാഠമാണ് നമുക്ക് നൽകുന്നതെന്നും നാം ഈ പാഠങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. യേശു മശിഹ ആണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ യോഹന്നാൻ അത്ഭുതങ്ങളും രേഖപ്പെടുത്തി. എന്നാൽ ഇത് അന്ത്യകാലമായതിനാൽ നാം ആശയക്കുഴപ്പത്തിലാകരുത്, വീഴാതെ പിടിച്ചു നിൽപ്പാൻ സൂക്ഷിക്കണം. കാരണം
പല കള്ളപ്രവാചകന്മാരും നമുക്ക് നേരെ വരുന്ന സമയമാണ്. യോഹന്നാൻ യേശുവിന്റെ സാക്ഷ്യങ്ങളെയും പ്രവൃത്തികളെയും വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ഒരു വലിയ അത്ഭുത പ്രവർത്തകൻ എന്ന നിലയിലല്ല. യേശുവിനെ ഒരു വലിയ അത്ഭുത പ്രവർത്തകനാണ് എന്ന് കാണിക്കുവാനല്ല യോഹന്നാൻ ഈ അത്ഭുത പ്രവർത്തികളൊക്കെയും അവിടെ വിശദമായിട്ട് വിവരിച്ചിരിക്കുന്നത്. എന്നാൽ യേശുവിനെ മശിഹയായി ചൂണ്ടിക്കാണിക്കുവാനും യേശു തന്റെ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അയക്കപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കുവാനും വേണ്ടി ആണ്. യേശുവും പിതാവും തമ്മിലുള്ള ബന്ധം യോഹന്നാൻ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഇവിടെ പിതാവ് പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ പുത്രനും പ്രവർത്തിക്കുന്നു. പിതാവ് അതിന്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കുമെന്ന്. വേണ്ടി നമ്മുടെ മനപ്പാഠവാക്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിലോ, എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യം ഉണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിസ്മയകരമായ വേദനാജനകമായ ഒരു വസ്തുതയാണ് നമുക്കിവിടെ നിന്ന്. ഈ ലോകം അവനെ അറിഞ്ഞില്ല, അറിഞ്ഞവർ ചുരുക്കം എന്ന ആ ഒരു വസ്തുതയിലേക്കാണ് ഈ വേദഭാഗങ്ങളൊക്കെയും അവിടെ വിരൽ ചൂണ്ടതും. കൂടാതെ പിതാവും പുത്രനും ഏകരാണ്, അവര് ഒന്നാണ് എന്നുള്ള ആ ഒരു വലിയ സാക്ഷ്യവും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്രകാരം പിതാവുമായി അടുത്ത ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കുവാനാണ് യേശു അത്ഭുത പ്രവർത്തികളെ അവിടെ ഉപയോഗിച്ചത്. യേശുവിന്റെ ഈ അത്ഭുത പ്രവർത്തികളെ യോഹന്നാൻ വിശദമായി വിവരിച്ചതോ യേശു മശിഹായാണെന്നും ദൈവം അയച്ചവനാണ് എന്നും കാണിക്കുവാൻ വേണ്ടിയിട്ടുമാണ്. പിതാവും പുത്രനും ഒന്നാണ്. പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആകുന്നു എന്ന് യേശുവിന്റെ പ്രവർത്തികൾ അവിടെ വ്യക്തമാക്കുന്നു. തന്റെ പിതാവ് ഏത് പ്രവൃത്തി ചെയ്യുവാനാണോ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്, അല്ലെങ്കിൽ യേശുവിനെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുക എന്ന ആ ഒരു ഉദ്ദേശ്യമായിരുന്നു യേശു ഈ ലോകത്തിലെ അത്ഭുത പ്രവൃത്തികൾ ചെയ്തതിലൂടെ നിറവേറ്റപ്പെട്ടത്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ യേശുവിൽ കൂടി ഈ ലോകത്തിന് വെളിപ്പെടണമായിരുന്നു എന്നത് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. എന്നാൽ ലോകം യേശുവിനെ തിരസ്കരിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തികളെ വെറും അത്ഭുത പ്രവൃത്തികളായി മാത്രം കണ്ടു. യേശുവിനോട് മതപ്രമാണികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നുവെന്നും നീ ക്രിസ്തുവെങ്കിൽ അത് സ്പഷ്ടമായി പറയുക എന്നും പറഞ്ഞു. അപ്പൊ യേശു അവരോട് മറുപടി പറഞ്ഞത് ഇതാണ്: ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു എന്ന് പറയുന്നു. കാരണം പിതാവ് ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് പുത്രനും ചെയ്യുന്നത്. പിതാവിന് പുത്രൻ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചാണ് ഈ ലോകത്തിലേക്ക് വിട്ടത്. അപ്പൊ പിതാവ് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ തന്നെയാണ് പുത്രൻ ചെയ്യുന്നതും ഈ ലോകത്തിന്. പക്ഷെ ലോകം അത് മനസ്സിലാക്കുന്നില്ല. അവർ യേശുവിനോട് ചോദിച്ചപ്പോൾ യേശുവിന് താൻ മശിഹ ആണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കാമായിരുന്നു. അങ്ങനെ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മതനേതാക്കള് യേശുവിന്റെ മേൽ ചാടി വീഴുമായിരുന്നു, ആക്രമിക്കുമായിരുന്നു. എന്നാൽ യേശു അവിടെ പറയാതെ പറയുകയാണ്, യേശുവിന്റെ അത്ഭുത പ്രവൃത്തികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാതെ പറയുകയാണ്, ഞാൻ മശിഹ ആണ് എന്ന്. അങ്ങനെ യേശു മശിഹ എന്ന് സ്വയം വാക്കാൽ സമ്മതിച്ചിരുന്നുവെങ്കിൽ യേശുവിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും അവിടെ നിഷേധിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിന് അറിയാമായിരുന്നു തന്റെ പ്രവൃത്തികൾ നിഷേധിക്കപ്പെടുവാനുള്ളതല്ല, തന്റെ പിതാവിന്റെ പ്രവൃത്തികൾ പിതാവിന് വേണ്ടി ഈ ലോകത്തിൽ വെളിപ്പെടാനുള്ളതാണ് എന്ന്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ മാത്രമല്ല, ഈ പ്രവൃത്തികളെല്ലാം യേശു ആരാണെന്നും യേശു എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ശക്തമായ ഉത്തരവും സാക്ഷ്യവും ആയിരുന്നു. ആ മതനേതാക്കളിൽ കാണപ്പെട്ട കഠിന ഹൃദയങ്ങൾ ഉണ്ടാകാതെ നാം നമ്മെ തന്നെ യേശുവിനാൽ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വരുമ്പോൾ നാം അത് അത്ഭുത പ്രവൃത്തിയായി മാത്രം അതിനെ നിസ്സാരവൽക്കരിക്കരുത്. അല്ലെങ്കിൽ എന്റെ കഴിവിനാൽ ഞാനത് ചെയ്തു എന്ന്
ചിന്തിക്കരുത്. നമ്മുടെ ജീവൻ തന്നെ നമ്മുടെ ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള ദൈവിക പ്രവൃത്തികളെല്ലാം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് എന്ന് നാം എണ്ണണം. പിതാവേ എന്ന് നന്ദിയോടെ സ്തോത്രം എന്ന് പറയുവാൻ തക്കവണ്ണം നാം അവിടെ ബലപ്പെടുകയാണ് വേണ്ടത്. യേശുവിന്റെ പ്രവൃത്തികളെ വിവരിക്കുന്നതിന് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ മുൻകൂട്ടി പറഞ്ഞ പഴയ നിയമത്തിന്റെ ആധികാരികതയെയും പ്രവചനങ്ങളെയും യോഹന്നാൻ ധാരാളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യേശു ആരായിരുന്നു, യേശു എവിടെ നിന്ന് വന്നു, യേശു എന്തെല്ലാം ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യും എന്നീ കാര്യങ്ങളെല്ലാം പഴയ നിയമ തിരുവഴുത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പൊ ഈ ആധികാരികത അഥവാ പുതിയ നിയമത്തിലെ നിറവേറൽ പഴയ നിയമ പ്രവചനങ്ങളുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് കുറച്ച് വേദഭാഗങ്ങൾ ചർച്ച ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യത്തില്, നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. 40-ാമത്തെ വാക്യം, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്നും കാണുന്നു. 46-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നും. 47-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കുമെന്നും കാണുന്നു. അപ്പൊ ദൈവം അയച്ച തന്നെ നിരാകരിച്ചതിൽ കൂടി ദൈവവചനത്തെ അവർ നിരാകരിച്ചിരിക്കുകയാണ് എന്നാണ് ക്രിസ്തു പറയുന്നത്. അതാണ് ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജീവൻ പ്രാപിക്കാൻ എന്റെ അടുക്കൽ വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? തിരുവചനം വിശ്വസിക്കണം. ആ തിരുവചനത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തിരുവചനത്തിന് ശോധന ചെയ്ത് അവയിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. പക്ഷേ ഈ തിരുവചനത്തെ നിരാകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെയും നിരാകരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മിശിഹായുടെ രാജ്യത്തെ കുറിച്ച് പ്രവാചകന്മാർ നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ യഹൂദ മത നേതാക്കൾ അന്നത്തെ പ്രവാചക പള്ളിക്കൂടങ്ങളിൽ നിന്നും മറ്റും പഠിച്ചിരുന്നു. എന്നാൽ ഈ പഠനം സത്യത്തെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ ആ തിരിച്ചറിയുന്ന സത്യത്തെ ഉൾക്കൊള്ളുവാനോ വേണ്ടി ആയിരുന്നില്ല അവർ പഠിച്ചത്. പകരം ആ പഠനം അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ശരിക്കും അവർ ആഗ്രഹിച്ചിരുന്നത് അവരുടെ കഷ്ടതകളിൽ നിന്നും അവരെ വിടുവിക്കുന്ന, അവർക്ക് ഭൗമികമായി അവർക്ക് അധികാരങ്ങളും മാനങ്ങളും പദവികളും ഒക്കെ നേടിക്കൊടുക്കുന്ന ഒരു രാജാവിനെ, ഭൗമിക രാജാവിനെ ആയിരുന്നു അവർ യേശുക്രിസ്തുവിൽ നിന്നും അല്ലെങ്കിൽ മശിഹ എന്നതിൽ നിന്നും അവരെ ആഗ്രഹിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും. എന്നാൽ അവരുടെ ഈ സ്വന്തം താല്പര്യത്തിനെതിരായി ക്രിസ്തു മശിഹ എന്ന് വെളിവാക്കപ്പെട്ടപ്പോൾ അവനെ സ്വീകരിപ്പാൻ അവർക്ക് മനസ്സായില്ല. യേശുവിനെ ഒരു വഞ്ചകനായി ചിത്രീകരിക്കുവാൻ എന്നിട്ട് അവരുടെ സ്വയം അവരവരെ ന്യായീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ ശക്തി, അവിടെ സാത്താൻ എന്ന ആ ഒരു പൈശാചിക ശക്തി ഇവരെ നിയന്ത്രിക്കുവാൻ എളുപ്പമായി തീർന്നു. അവർ തന്നെത്താൻ എന്ത് ചെയ്തു? സ്വയം ന്യായീകരിച്ചുകൊണ്ട് സാത്താന്യ ശക്തിക്ക് അവർ വിധേയപ്പെടുന്നു. പിന്നീടുള്ള അവരുടെ പ്രതികരണങ്ങളെല്ലാം യേശുവിന്റെ അളവില്ലാത്ത കൃപയെ, ലോകത്തിന്റെ വെളിച്ചത്തെ നിരാകരിച്ചുകൊണ്ടായിരുന്നു. മോശയിൽ കൂടെ ഇസ്രയേൽ മക്കളോട് സംസാരിച്ചത് ക്രിസ്തുവായിരുന്നു. അവരുടെ പ്രധാന നേതാവിൽ കൂടെ വന്ന ദൈവിക ശബ്ദം ഇസ്രായേൽ കേട്ടിരുന്നുവെങ്കിൽ യേശുവിന്റെ ശബ്ദം അവർ തിരിച്ചറിയുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ അവർ മോശയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ മോശ സാക്ഷീകരിച്ചതായ യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുമായിരുന്നു. മോശ താമ്ര സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയ കഥ ഏവർക്കും അറിയാം. ചെങ്കടൽ തീരത്തുകൂടി ഇസ്രയേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ പോകവേ ജനം മനസ്സുമടുത്തിട്ട് മോശയ്ക്കും യഹോവയ്ക്കും എതിരായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിനാണോ ഞങ്ങളെ നിങ്ങൾ ഈ മിസ്രയീം ദേശത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കഴിക്കാൻ കൊള്ളാത്തതായ ഈ ഭക്ഷണമൊക്കെ തന്നതും, ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല എന്നൊക്കെ ഇങ്ങനെ യഹോവയ്ക്കും മോശയ്ക്കും എതിരായിട്ട് ഇവർ പറയുകയാണ്. അപ്പോൾ യഹോവ ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു? അഗ്നിസർപ്പങ്ങളെ അയച്ചിട്ട് അവ ജനത്തെ കടിച്ചു വളരെ ജനം മരിച്ചു പോവുകയും ചെയ്തു. ഉടനെ ജനം വന്നിട്ട് മോശയോട്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു, ഈ സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിച്ച് പറയണേ എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ജനത്തിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മറുപടിയും നൽകി. ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. ആ അഗ്നിസർപ്പങ്ങളുടെ കടിയേൽക്കുന്നവൻ ആരെങ്കിലും ഈ കൊടിമരത്തിൽ തൂക്കി വച്ചിരിക്കുന്ന
താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയുടെ നിർദ്ദേശപ്രകാരമാണ് മോശ താമ്രം കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കിയത്. അതിനുശേഷം ജനങ്ങൾക്കിടയിൽ ആ സർപ്പത്തിന്റെ കടിയേറ്റവരൊക്കെയും താമ്ര സർപ്പത്തെ നോക്കിയവരൊക്കെയും പിന്നെയും ജീവിക്കുകയും ചെയ്തു. ഈ കഥയുടെ ഒരു സൂചന യോഹന്നാൻ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശെ മരുഭൂമിയിൽ ഉയർത്തിയ സർപ്പം ക്രിസ്തുവിന്റെ ഒരു പ്രതീകമായിരുന്നു. പക്ഷെ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ദാനത്തിൽ തങ്ങളുടെ വിശ്വാസം അർപ്പിക്കണമായിരുന്നു. വിശ്വാസത്തോടെ നോക്കി ജീവൻ പ്രാപിക്കുക എന്നതായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നോക്കുവാൻ വിസമ്മതിച്ചവരോ മരണത്തെ വരിക്കുകയും ചെയ്തു. നിത്യജീവൻ പ്രാപിപ്പാനായി എന്തു ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചതായ നിക്കോദെമോസും ആത്മീയ ജീവൻ പ്രാപിക്കേണ്ടത് തിരുവെഴുത്തുകളെ വിശ്വാസത്തോടെ സ്വീകരിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി പരമമായ സത്യം അവിടെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി. നിക്കോദെമോസിനെ പോലെ ഇന്ന് പലരും ഈ സത്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയാകൽ ക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ നമുക്ക് ബൈബിളിൽ കാണുവാനാകും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ നോക്കിയാൽ, നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു, എന്നാൽ എന്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു എന്ന് തിരുവത്താഴ സമയത്ത് ശിഷ്യന്മാരോട് കാൽ കഴുകിയതിനു ശേഷം യേശു അവരോട് പറഞ്ഞിട്ടുള്ളതായ വാക്യങ്ങളാണ് നാം ഇപ്പൊ വായിച്ചു കേട്ടത്. അപ്പൊ ഈ ക്രൂശീകരണ സമയത്തും ക്രിസ്തുവിന്റെ വസ്ത്രം കീറി അവർ ചീട്ടിട്ടെടുത്തപ്പോഴും യേശു പറഞ്ഞത് എന്താണ്? എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവൃത്തി വന്നു എന്നാണ്. അപ്പോൾ മരണസമയം അടുത്തപ്പോഴും ഇതേപോലെ പഴയ നിയമ പ്രവചനത്തിന്റെ നിവൃത്തിയാകാൻ നമുക്ക് കാണാം. മരണസമയം അടുത്തപ്പോൾ സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുളിച്ച വീഞ്ഞ് കുടിച്ചുകൊണ്ട് നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ മരണശേഷവും തിരുവചനത്തിന്റെ നിവൃത്തിയാകൽ കാണുന്നുണ്ട്. അവന്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള ഒരു തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് യേശുവിന്റെ മരണം സംഭവിച്ച് നിവൃത്തിയാകലാണ് എന്ന് നമുക്ക് കാണാം. കാരണം യേശുവിന്റെ ക്രൂശീകരണ സമയം ശബത്ത് നാൾ ആയതുകൊണ്ട് ശരീരങ്ങൾ ക്രൂശിന്മേൽ അല്ലെങ്കിൽ മരത്തിന്മേൽ ഇരിക്കരുത് എന്ന് അന്ന് നിയമമുണ്ടായിരുന്നു. അപ്പൊ ക്രൂശീകരിക്കപ്പെട്ട 2 കള്ളന്മാർ മരിച്ചില്ല എന്ന് കണ്ടിട്ട് റോമൻ പടയാളികൾ എന്ത് ചെയ്തു? അവരുടെ കാലൊടിച്ചു. അപ്പൊ യേശു മരിച്ചില്ല എന്ന് കണ്ട് യേശുവിന്റെ കാലും ഒടിക്കുവാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ യേശു മരിച്ചു കിടക്കുകയാണെന്ന് അവർ കണ്ടു. അപ്പോൾ അവന്റെ കാലത് ഒടിച്ചില്ല. അപ്രകാരം അവന്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്ന തിരുവെഴുത്തും അവിടെ നിവൃത്തിയാകുന്നു. നമ്മൾ ഈ കണ്ട പ്രവചന നിവൃത്തിയാകലൊക്കെയും നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പ്രവചന നിവൃത്തിയാകൽ നമ്മൾ 4 എണ്ണത്തോളം ആ ഒരു നിവൃത്തിയാകൽ നമ്മൾ കണ്ടു. മരണത്തിന് മുമ്പുള്ളതും മരണത്തിന് ശേഷമുള്ളതും ശിഷ്യന്മാരുടെ കാൽ കഴുകിയപ്പോഴും അങ്ങനെയൊക്കെയുള്ള ആ പ്രവചന നിവൃത്തിയാകൽ നമ്മൾ വായിച്ചു കേട്ടു. നമുക്കത് അറിയാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം പഴയ നിയമത്തിലുള്ളതാ. ഈ പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തിയാകലായിരുന്നു പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ നിവൃത്തിയാകലെല്ലാം നാം പഠിക്കും തോറും നാം മനസ്സിലാക്കും തോറും നമ്മുടെ വിശ്വാസത്തെ നാം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാനായി ഒളിഞ്ഞും തെളിഞ്ഞും ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും തിരുവെഴുത്തുകളെ അതിൻ്റെതായ പൊരുൾ തിരിച്ചറിയാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വ്യാഖ്യാനിക്കുന്നവരുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവവചനത്തെ ആശ്രയിക്കുന്നവരും ഉണ്ട്. ദൈവം വിശുദ്ധീകരിച്ച ദിവസത്തെ മലിനമെന്ന് കണക്കാക്കി മാനുഷിക കൽപ്പനകൾക്ക് അനുസൃതമായി മറ്റൊരു ദിവസം ആരാധന നടത്തുന്നവർ ഒക്കെ പിശാചിന്റെ കയ്യാളുകളായി ശക്തിയോടെ നമുക്കിടയിൽ വളർന്നു വരുമ്പോൾ പരമമായ സത്യത്തെ അതിന്റെ പൊരുൾ ദൈവവചനത്തിൽ നിന്നും മറ്റു വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മനസ്സിലാക്കി പഠിക്കുന്നതായ നമ്മളെ പോലെ ചെറിയ കൂട്ടം ക്രൂശിതനായ യേശുവിൽ വിശ്വാസമർപ്പിക്കണം. അവനോട് വളരേണം, ഞാനോ കുറയണം എന്ന് നാം ചിന്തിക്കണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യേശു മതനേതാക്കളോട് തന്റെ വ്യക്തിത്വം
തിരുവഴുത്തിന്റെ ആധികാരികതയിലൂടെ എടുത്തു പറയുമ്പോഴും അവരുടെ ഹൃദയം എത്ര കഠിനമാക്കപ്പെട്ടിരുന്നുവെന്ന് യേശുവിനെ അറിയാമായിരുന്നു. അവരുടെ ഹൃദയം ഇവര് യേശു മശിഹായാണെന്ന് യേശു പറയുമ്പോഴും അംഗീകരിക്കുമ്പോഴും വാക്കുകളാലും പ്രവൃത്തികളാലും പറയുമ്പോഴും ഈ പ്രമാണിമാരുടെ ഹൃദയം എന്തായിരുന്നു? കഠിനമാക്കപ്പെട്ടിരുന്നു. അത് യേശുവിന് നല്ലവണ്ണം അറിയാമായിരുന്നുവെങ്കിലും യേശു ആ കാഠിന്യത്തെ കണക്കാക്കാതെ അവരുടെ ചോദ്യങ്ങൾക്ക് പ്രവൃത്തിയാലും വാക്കുകളാലും മറുപടി നൽകിക്കൊണ്ടേയിരുന്നു. യെശയ്യാ പ്രവാചകൻ തന്റെ പുസ്തകത്തിലൂടെ കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ എന്ന് പ്രവചിച്ചതായ പ്രവചനം യോഹന്നാൻ അത് സാക്ഷീകരിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് മറുപടി പറഞ്ഞുകൊണ്ടാണ്. ഇതേപോലെ തന്നെ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകൻ ജീവജലത്തിന്റെ ഉറവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം, യാഗമൃഗത്തിന്റെ അസ്ഥി ഒടിക്കരുതെന്നുള്ള പ്രവചനം ഒക്കെയും യോഹന്നാൻ സുവിശേഷത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ നിവൃത്തിയാകലാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമല്ല, മിക്ക പുതിയ നിയമ എഴുത്തുകാരും പഴയ നിയമത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ആവർത്തിച്ച് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശു ഈ തിരുവെഴുത്തുകളൊക്കെയും ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തിരുന്നുവെങ്കിലും അവർ അന്തിമമായി അവയെ മനസ്സിലാക്കിയത് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് എന്ന് യോഹന്നാൻ വ്യക്തമാക്കുന്നു. അതായത് യേശു ഈ തിരുവെഴുത്തുകളും ഈ പ്രവചനങ്ങളും ഒക്കെയും ശിഷ്യന്മാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നുവെങ്കിലും അവര് ഈ തിരുവെഴുത്തുകളെ വിശ്വസിച്ചതും ഗ്രഹിച്ചതും യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് അതിനുശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ്. യോഹന്നാൻ സുവിശേഷം ഇപ്രകാരം പറയുന്നു: അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു, തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. യേശുവിന്റെ ജനനം, ജീവിതം, മരണം എന്നിവ സംബന്ധിച്ചുള്ള പഴയ നിയമ പ്രസ്താവനകൾ നാം പഠിച്ചു കഴിഞ്ഞതാണ്. യേശു മശിഹ എന്ന നിലയിലുള്ള യേശുവിന്റെ തിരിച്ചറിയൽ പ്രക്രിയയ്ക്ക് മതിയായതും സ്തംഭിപ്പിക്കുന്നതുമായ സാക്ഷ്യങ്ങളും അത്ഭുത പ്രവൃത്തികളും നാം ഇന്നാളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ആവർത്തിച്ച് മനസ്സിലാക്കുന്നുമുണ്ട്. യേശുവിന്റെ മശിഹ പ്രവചന നിറവേറലിനെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായി നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു, ഹോശന്ന, ഇസ്രയേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഇതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷങ്ങളും അല്ലെങ്കിൽ ഈ വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട വാക്കുകളായ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നതായ യേശുവിനെ കുറിച്ചുള്ള പ്രസ്താവന സങ്കീർത്തന പുസ്തകം 118-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആവർത്തിച്ചിരിക്കുന്നു. അതുപോലെ യേശുവിന്റെ കഴുതക്കുട്ടിപ്പുറത്തുള്ള രാജകീയ വരവ് സെഖര്യാവിന്റെ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്നുണ്ട്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, യേശു മശിഹ ആണ് എന്ന് തെളിയിക്കുന്ന പല സന്ദർഭങ്ങളും ഇസ്രായേൽ മക്കൾ അനുഭവിച്ചറിഞ്ഞിട്ടും യേശുവിനെ അവർ കൈക്കൊണ്ടില്ല. ക്ഷണിക്കപ്പെട്ടതായ അതിഥികൾ കല്യാണ വിരുന്നിന് ചെല്ലാഞ്ഞപ്പോൾ യജമാനൻ ഭൃത്യന്മാരോട് പറഞ്ഞു വെളുപ്പിച്ചതായ വഴുത്തലയ്ക്കൽ നിന്നവരിൽ ഉൾപ്പെട്ടതായ നമ്മൾ എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് തീർച്ചയായും മറുപടി ഉണ്ടാവണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്നിങ്ങനെ തിരുവെഴുത്തുകൾ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാനും എന്റെ കുടുംബവും യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് ചങ്കുറപ്പോടെ പറയുവാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട് നാം ഏഴാം ദിനം ആരാധിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര അഡ്വന്റിസ്റ്റുകാരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഉത്തരം യേശുവിന്റെ മാതൃക ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുവാൻ നമ്മുടെ സാക്ഷ്യങ്ങളും നമ്മെ സഹായിക്കും. പിതാവ് അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു മശിഹ ആണെന്നതിനുള്ള ശക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും പഴയ നിയമ പ്രവചനങ്ങളിലും പുതിയ നിയമത്തിലും വ്യക്തത ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട്
പലരും യേശുവിനെ തള്ളിക്കളഞ്ഞുവെന്ന് നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. അപ്രകാരം യേശുവിനെ തള്ളിക്കളയണമെങ്കിൽ യേശുവിനെ കുറിച്ച് പഠിച്ചതായ മതനേതാക്കൾക്കും യേശുവിനും ഇടയിൽ ഒരു വലിയ തടസ്സം ഉണ്ടാവണമല്ലോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ തടസ്സമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12 മുതൽ 30 വരെ നാം പഠിക്കുമ്പോൾ ചില കാരണങ്ങൾ നമുക്ക് കാണാം. അവിടെ പറഞ്ഞിരിക്കുന്നത് പരീശന്മാരും യേശുവും തമ്മിലുള്ള സംഭാഷണമാണ്. നമുക്കതിന്റെ ആ സംഭാഷണത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കാം. ഒന്നാമത്തേതായി, യേശു പരീശന്മാരോട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പരീശന്മാര് പറഞ്ഞത് എന്താ? നീ നിന്നെ കുറിച്ച് തന്നെ പറയുന്ന സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്, രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യമെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ പരീശന്മാർ യേശുവിനോട് പറയുക, നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ എന്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. യേശു പിന്നെയും അവരോട് പറയുക, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞപ്പോൾ യേശു മറുപടി പറയുക, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുക, നീ ആരാകുന്നു എന്ന്. അതിന് യേശു പറഞ്ഞു, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ അവർക്കിടയിലുള്ള ആ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒന്നാമത്തെ തടസ്സം എന്നത്, യേശു പറഞ്ഞത് സത്യമാണ് എന്നവർ വിശ്വസിച്ചില്ല. അപ്രകാരം വിശ്വസിക്കായക കൊണ്ട് അവർ യേശുവിനെയോ പിതാവിനെയോ അറിയുന്നില്ല എന്നതാണ് ഒന്നാമത്തെ അവർക്കിടയിലുള്ള തടസ്സം. അവരെന്തുകൊണ്ട് എങ്ങനെ അറിയുന്നില്ല? അവർ അറിയാത്തതിന് കാരണം അവർ അവരുടെ പാരമ്പര്യ ചിന്തകളിലും തത്വങ്ങളിലും കുടുങ്ങിപ്പോയതിനാല് അവർ സ്വയം അങ്ങ് വഞ്ചിതരായി തീർന്നിരിക്കുക. അവരുടെ കണ്ണും മനസ്സും എല്ലാം മൂടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നില്ല? സത്യത്തെ തിരിച്ചറിയുന്നില്ല, യേശുവിനെ വിശ്വസിച്ചതുമില്ല, പിതാവിനെയും പുത്രനെയും അറിഞ്ഞതുമില്ല. രണ്ടാമത്തെ തടസ്സമായി കാണുന്നത്, അവർ കീഴിൽ നിന്നുള്ളവരും യേശു മേലിൽ നിന്നുള്ളവനുമാണ്. അതായത് മത താല്പര്യത്തിൽ അന്ധരായിരുന്നുവെങ്കിലും അവർ ഈ ലോകത്തിന് അനുരൂപരായിരുന്നു. ജഡീയതയിൽ ഈ മുൻതൂക്കം കൊടുത്ത് ദൈവികതയിൽ നിന്നും അകന്നുകൊണ്ട് പുറമെ ഭക്തിയുള്ളവരും അകമേ അവിശ്വാസികളുമായിരുന്നു. ഹൃദയം കൊണ്ട് ദൈവത്തെ ഭജിക്കാതെ വെറുതെ അധരം കൊണ്ട് മാത്രം ഭജിച്ചിരുന്നവർ. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ തിരുവചന സത്യത്തിൽ കൂട്ടിക്കലർത്തി ക്രോധമദ്യം കുടിച്ച് മത്തരായിരുന്നവർ, വ്യർത്ഥമായി ഭജിക്കുന്നവർ. ക്രോധമദ്യം അവർ മാത്രമല്ല കുടിച്ചത്, മറ്റുള്ളവരെ കുടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കൂടെ അവരുടെ വഴിക്ക് ചേർത്തവരാണ്. ഇത്രയൊക്കെ തടസ്സങ്ങൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നിട്ടും യേശു അവരെ കുറിച്ച് സംസാരിക്കുകയും വിധിക്കുകയും ചെയ്തു. യേശു ഇപ്രകാരം അവരോട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട് എങ്കിലും എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു. അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് പിതാവിനെ കുറിച്ചും പിതാവും യേശുവും തമ്മിലുള്ള ബന്ധവും ഐക്യതയും പറഞ്ഞുകൊടുത്തു. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ അല്ലെങ്കിൽ പിതാവ് എന്നും, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നുവെന്നും പറഞ്ഞു. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്നും പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും യേശുവിൽ വിശ്വസിച്ചു എന്ന് യോഹന്നാൻ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു. കീഴിൽ നിന്നുള്ളവർ എന്ന സ്ഥിതി മാറ്റി മേലിൽ നിന്നുള്ളവർ ആകുവാൻ നാം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ചെയ്യുവാൻ ഒന്നേയുള്ളൂ. നാം ചെയ്യേണ്ടത് ഉയരത്തിൽ വസിക്കുന്നവനായ പിതാവിനെ ആരാധിക്കുക, അവന്റെ ഏകജാതനായ പുത്രൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഉയരങ്ങളിലേക്ക് പോയവൻ ആയ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അവർ ഇരുവരും ഒന്നാണെന്ന തത്വം അംഗീകരിക്കുക. ലോകത്തിലുള്ളത് മായയെന്നെണ്ണി ലോകരാജാവിനെ ജയിച്ചവനെ വിളിച്ചപേക്ഷിക്കുക. ഈ ലോകത്തിന്റെ രാജാവായ സാത്താനെ ജയിച്ചവനെ വിളിച്ചപേക്ഷിക്കുക. മേലിൽ നിന്നുള്ളവരും കീഴിൽ നിന്നുള്ളവരും ഉള്ള ബന്ധം അല്ലെങ്കിൽ ആ വ്യത്യാസം, ബന്ധമല്ല തമ്മിലുള്ള വ്യത്യാസം നമുക്കവിടെ അനുഭവപ്പെടും. അപ്രകാരമുള്ള വ്യത്യാസം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്നും വേറിട്ടൊരു ക്രിസ്തീയ ജീവിതം നയിച്ച് മേലിൽ നിന്നുള്ളവന്റെ സൈന്യത്തിൽ ഒരു ജയ പോരാളിയായി ജീവിപ്പാൻ ദൈവമേവരെയും ഇടയാക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം.
അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹാലേലുയ സ്തോത്രം. അവിടുത്തെ തിരുനാമത്തിൽ അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം. ഹാലേലുയ. പാപികളും ദോഷികളുമായ അടിയങ്ങളെ കർത്താവെ അവിടുത്തെ തിരുക്കരത്തിൽ വഹിച്ചതിനെ നന്ദിയോടെ സ്തോത്രം. പാഠപഠനത്തിൽ അവിടുത്തെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം. ഹാലേലുയ. അവിടുത്തെ തിരുസാന്നിധ്യം കർത്താവെ അടിയങ്ങളോട് കൂടെ ഇരുന്ന് ഈ വചനങ്ങളെ ആഴത്തിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപ തന്നതിനെ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. ഇതൊക്കെയും അടിയങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാകുവാൻ കർത്താവെ അവിടുത്തെ വലിയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങളെ സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒരു ശുഭദിനം ഏവർക്കും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.